ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒപ്പിട്ട് തന്നാ അവള് വേണമെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ പൊയ്ക്കോട്ടെ. അമ്മയ്ക്കും മോൾക്കും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാ സ്വത്ത്? അത് ഐശ്വര്യക്ക് സ്വന്തമാവട്ടെ. ശരി സൂര്യ, മോളെ വരുമ്പോ ഞാൻ അവളെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കെ. ആരാ വിളിച്ചെന്നറിയ എടുത്തി? മുമ്പൊരിക്കല് ഒരു സ്റ്റുഡിയോയിലെ റിസപ്ഷനിസ്റ്റ് എന്നെ കാണാൻ വരുമായിരുന്നു, ഓർമ്മയുണ്ടോ? അവരുടെ മോൾക്ക് IAS സെലക്ഷൻ കിട്ടിയെന്ന്. ആഹാ, അത് കൊള്ളാലോ. കഷ്ടപ്പാടുകളുടെ നടുവിലായിരുന്നു സൂര്യ. വലിയൊരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം. കുഞ്ഞിനൊരു വയസ്സുള്ളപ്പോ ഭർത്താവ് അപകടത്തിൽ മരിച്ചു. കണ്ടു പഠിക്കേണ്ടത് അവളുടെ ജീവിതം. അതാ പോരാട്ടം എന്നൊക്കെ പറയുന്നത്. ഞാൻ പിന്നെ പലവട്ടം അവളെ കണ്ടിരുന്നു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണമെന്നും പറഞ്ഞിരുന്നു. പക്ഷെ അവള് കൈ നീട്ടിയില്ല, സഹായം സ്വീകരിച്ചില്ല. പകരം 24 മണിക്കൂറും ജോലി ചെയ്തോള്. ഇനി അവൾക്ക് മകളെ ചേർത്ത് പിടിച്ച് ലോകത്തിന് കാണിച്ചു കൊടുക്കാലോ. ഒന്നുമില്ലാത്തൊരമ്മ ഇത്രയും ഉയരത്തിലേക്ക് നടന്നെത്തി. പക്ഷെ എല്ലാം ഉണ്ടായിട്ടും എനിക്ക് സ്വന്തം മോളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല. മുഖത്ത് നോക്കി മോളെ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ജീവിച്ചു കൂട്ടുന്നതിൽ എന്തർത്ഥമുള്ളേ? കുറെ കാലം കഴിഞ്ഞ് ഞാനാണ് നിന്റെ അമ്മയെന്ന് പറയുന്നതിൽ എന്ത് പ്രത്യേകതയുള്ളത്? ശ്യാമ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു മുഖംമൂടി ഇട്ട് നടക്കുന്ന ശ്യാമയെ രാധിക വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. ഫിദ മേഡം എന്നുള്ള നിലയ്ക്ക് ആ മുഖംമൂടി മാത്രമാണ് നിങ്ങൾക്കിടയിലെ തടസ്സം. ആ ഫിദ അവൾക്ക് അമ്മ തന്നെയാ. വേണമെങ്കിൽ ഈ രഹസ്യം വെളിപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഞാനത് തീരുമാനിച്ചു എടുത്തി. ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. നിഷേധിക്കുവാണെങ്കിൽ അവള് നിഷേധിക്കട്ടെ. എനിക്ക് എന്റെ മോളോട് സത്യം പറഞ്ഞേ പറ്റൂ. ഞാനിന്ന് ലക്ഷണങ്ങളൊക്കെ നോക്കി. നല്ല ദിവസം പറയല്ലേ എടുത്തി? പറയുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാധികയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പൊട്ടിത്തെറി ഉണ്ടായ അവൾ അകന്നു പോകുമെന്ന് പേടിക്കണ്ട. പക്ഷേ കുറച്ചുകാലം കാത്തിരിക്കേണ്ടി വരും. അതിന് തയ്യാറാണെങ്കിൽ പറഞ്ഞോളൂ. എല്ലാം തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാത്തിരിപ്പ് വരുവാണെങ്കിൽ അതൊരു സുഖല്ലേ? കൺമുമ്പിലുണ്ടല്ലോ, കേൾക്കാവുന്ന ദൂരത്തിലുണ്ടല്ലോ. ഞാൻ ഇന്ന് തന്നെ പറയൂ എടുത്തി. എങ്കിൽ പിന്നെ പെട്ടെന്ന് റെഡിയായിക്കോ. എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്ന ആ നിമിഷം. വേണം. എന്നിട്ട് സൂര്യ അവളുടെ മകളെ കുറിച്ച് പറയുന്ന പോലെ എല്ലാവരോടും അഭിമാനത്തോടെ എനിക്കും എന്റെ മോളെ പറ്റി പറയണം. അവൾക്ക് എത്താവുന്ന ഉയരങ്ങളിൽ അവളെ എത്തിക്കണം. ശ്യാമയുടെ മകള് ശ്യാമയുടെ ഒപ്പം വളർന്ന പോരാ, അതിന് മേലെ, അതിനൊരുപാട് മേലെ ആയിരിക്കണം. എടുത്ത് വേഗം റെഡിയാവാ, നമുക്ക് വേഗം ഇറങ്ങാം. ഞാനും റെഡിയായിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ. അരുതാത്തതൊന്നും സംഭവിക്കാതിരിക്കാൻ എന്റെ ഭഗവാനേ ഉള്ളൂ എനിക്ക് കൂട്ട്. ചെല്ല. മോളെ, മോളെ, അമ്മ ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വഴിയാ. ഇപ്പൊ എല്ലാ ദിവസവും മേഡം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ.
നിനക്ക് ഇഷ്ടപ്പെട്ട കൃഷ്ണ ഭഗവാന്റെ പ്രസാദോ? ക്ഷേത്രത്തിൽ ഇത്രത്തോളം വഴിപാടുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിപ്പോ മോളുടെ പേരില് ആ ക്ഷേത്രത്തിലുള്ള എല്ലാ വഴിപാടുകളും അമ്മ നടത്തി കഴിഞ്ഞു. മോളെന്താ അമ്മയോടൊന്നും സംസാരിക്കാത്ത? ഞാനെന്താ പറയാനാ? വ്രതം നോറ്റിട്ടാ അമ്മ മോളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷെ മോൾ ഇങ്ങനെയൊക്കെ മിണ്ടാതെ നിൽക്കുമ്പോ എന്തോ ഒരു വിഷമം. മോളെ, നമുക്കിങ്ങനെ അകന്ന് നിൽക്കണ്ട. എന്നാ മോളെ അമ്മയോടൊപ്പം വന്ന് താമസിക്ക? എന്നാ അമ്മ കാര്യങ്ങളൊക്കെ എല്ലാരോടും പറയണ്ടേ? ഇപ്പം ആരോടൊന്നും പറയണ്ട. അച്ഛനമ്മയ്ക്കും അത്ര വലിയ വിഷമം താങ്ങാൻ പറ്റില്ല. എന്നും അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞോളാനാണോ? അത് പറ്റില്ല. മോള് കാണുന്നത് പോലെയൊന്നും അല്ല അമ്മ. അസുഖങ്ങളുണ്ട് അമ്മയ്ക്ക്. ഇനി എത്ര കാലം അമ്മ ഉണ്ടാവുമെന്ന് പോലും പറയാൻ പറ്റില്ല. ആ പിന്നെ മോളെ, മറ്റന്നാള് നല്ലൊരു ദിവസമാ. മോളുടെ പേരില് അമ്മയൊരു പ്രത്യേക പൂജ നേർന്നിട്ടുണ്ട്. പൂജ നടക്കുമ്പോ മോള് കൂടി അമ്മയോടൊപ്പം ഉണ്ടാവണം. തിരുമേനി പറഞ്ഞതാ. അയ്യോ എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ പറയാതെ കുട്ടി. പൂജയുടെ മുഹൂർത്തത്തിന് അവിടെ ഒന്നുണ്ടായാ മതി. അപ്പൊ പിന്നെ ഐശ്വര്യ മേഡത്തിന് കുറെ കാലത്തേക്ക് സമാധാനമായിരിക്കാം. ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന വിഷമം കണ്ടു പറഞ്ഞതാ. ഒന്ന് സമ്മതിക്കും മോളെ. ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ അമ്മ മോളോട് പറയാറുള്ളൂ. വരില്ലേ ഇനി? വരാം. എങ്കി സമയം കളയണ്ട. സ്കൂളിലെ ചിട്ടയോടെ പോകുന്ന കുട്ടിയല്ലേ, പൊയ്ക്കോളൂ. മോളെ, പൂജയുടെ കാര്യം മറക്കല്ലേ. ഇല്ല. ഒട്ടും അടുക്കുന്നില്ലല്ലോ മേഡം. അവളെ ഒരു കൃഷ്ണഭക്തയാ. അവളുടെ മനസ്സിലേക്ക് പിടിച്ചു കയറാനുള്ള മാർഗവും അത് തന്നെയാ. പൂജയ്ക്ക് അവള് വരും, സോണിയെ നോക്കിക്കും. മിക്കവാറും ആ നടയിൽ വെച്ചായിരിക്കും അവൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നത്. അപ്പോ വേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഒപ്പിട്ട് തന്നാ അവള് വേണമെങ്കിൽ അവളുടെ അമ്മയുടെ കൂടെ പൊയ്ക്കോട്ടെ. അമ്മയ്ക്കും മോൾക്കും പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാ സ്വത്ത്? അത് ഐശ്വര്യക്ക് സ്വന്തമാവട്ടെ.